ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ ഒത്തിരി ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, ഇതൊരു ടോക്സിക് കണക്ഷൻ ആണോ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ഒത്തിരി ടോക്സിക് ആയിരിക്കുമോ, ചീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ പോകുമോ എന്നൊക്കെ ഉള്ളത് ഒത്തിരി ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഒരു നെഗറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പാറ്റേണിൽ നടക്കുന്ന ഒരു കണക്ഷനാണോ, ഇതെപ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത്, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടോക്സിക് കണക്ഷൻ അല്ല, ഇതൊരു ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ സോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വൂൺസ് മനസ്സിലാക്കാനും അതിനെ പുറത്തെടുത്ത് കാണിക്കാനുള്ള ഒരു ടാസ്കുമായിട്ടാണ് നിങ്ങൾ അതർ ബോഡിയിലുള്ള നിങ്ങൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ. അതൊരു സോളിൻ്റെ ടാസ്ക്കാണ് ആക്ച്വലി ഒരു മസ്കുലൈൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ആ ഒരു ടാസ്ക് അവർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വൂൺസിലേക്ക് അത് ട്രിഗർ ചെയ്യുമ്പോൾ നമുക്കത് ഇനിഷ്യലി ടോക്സിക് ആയിട്ട് തോന്നും. എന്നാൽ ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ എക്സാക്റ്റ് മിററായിട്ട് നമുക്ക് ആ ഒരു പെയിനിൻ്റെ പാർട്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത നമ്മളുടേതായിട്ടുള്ള നമ്മുടെ ആ പാർട്ടിനെ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇത് ടോക്സിക്കായിട്ട് നമ്മൾ അൺഅവേക്കൻഡ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ടോട്ടലി ആവാത്തപ്പം തോന്നുന്നത്. എന്നാൽ നമ്മളൊരു പ്രാവശ്യം ഹീലായി കഴിയുമ്പോൾ, നമ്മളൊന്ന് ബാലൻസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ആ ഒരു ട്രിഗേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്നെന്താണോ അവിടേക്ക് നമ്മളെ എത്തിച്ചത്. അപ്പോൾ ഇവിടെ പിന്നെയും ഒരു ഡൗട്ട് വരാം, അപ്പോൾ കാർമിക്സും നമുക്ക് ട്രിഗർ തരുന്നുണ്ട്, ട്വിൻ ഫ്ലെയിമോ അങ്ങനെ തന്നെയാണ് എന്നൊക്കെയുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കണം, കാർമിക്സ് തന്ന ഒരു ട്രിഗേഴ്സിൻ്റെ വൂൺസ് അല്ലെങ്കിൽ ആ വൂൺസ് പ്രോപ്പർലി കാർമിക്സ് ട്രിഗർ ബാക്ക് ചെയ്ത് കാണിക്കാത്ത ആ ഒരു വൂൺസിലേക്ക് എക്സാക്ട്ലി നമ്മുടെ ട്വിൻ പാർട്ട്ണർ നമ്മളെ ട്രിഗർ ചെയ്ത് കാണിച്ച് നമ്മളെ ഒരു ഡിവൈനിറ്റിയിലേക്ക്, നമ്മളെ ഒരു ഡിവൈൻ പർപ്പസിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോക്സിക് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആലോചിക്കണം, നിങ്ങൾ ട്രൂലി ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്നുള്ളത്. പിന്നെ വന്നിട്ട് കുറച്ച് മെസ്സേജസ് ഈ ഇടയ്ക്ക് കണ്ടിരുന്നു, ട്വിൻ ഫ്ലെയിംസ് സ്വർണം വാങ്ങിച്ചു, കാശ് വാങ്ങിച്ചു, ചീറ്റ് ചെയ്തു, ബേസിക്കലി ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി. പിന്നെ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാലിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള അൺറിസോൾവ് ആയിട്ടുള്ള ഒരു ബ്ലോക്കേജസിനെയാണ് നിങ്ങൾ ട്വിൻ എടുത്ത് കാണിക്കുന്നത്. ഇവിടെ എമൗണ്ട് വാങ്ങിച്ച് ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പം നിങ്ങൾ എവിടെയാണ് ഓവർ ഗിവിങ് ആയിട്ട് നിൽക്കുന്നത്, അതാണ് അവരെടുത്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഓവർ ഗിവിങ് ആയിട്ടുള്ള പാറ്റേണെ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു എനർജറ്റിക് കണക്ഷനാണ്. ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ ഒരു കണക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എനർജറ്റിക്കലിയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? 3Dയിലുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പം അവിടെ, അതായത് നമ്മുടെ പാർട്ട്ണർ, ട്വിൻ പാർട്ട്ണറിൻ്റെ കാര്യമാണ് പറയുന്നത്, അവിടെ അവർ വിട്ടുപോകുമോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നമ്മളുടെ ട്രൂത്ത് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ലെസൺസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ആ ലെസൺസിനെ പഠിക്കാനായിട്ടാണ് അവർ പിന്നെയും ട്രിഗർ ബാക്ക് ചെയ്ത് ചീറ്റിംഗ് ചെയ്തു എന്ന് പറയുന്നത്, എമൗണ്ട് വാങ്ങിച്ചു എന്ന് പറയുന്നതൊക്കെയും എടുത്ത് കാണിക്കുന്നത്. ഇവിടെ സറണ്ടർ ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം സെയിം പാറ്റേൺ റിപ്പീറ്റ് ആകുമ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഞാൻ സ്റ്റാൻഡ് എടുക്കേണ്ടത് കൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മുടെ ട്വിൻ നമുക്ക് എടുത്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ആ ഒരു സ്റ്റാൻഡ്. കാരണം ഒരു ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആ ഒരു അൾട്ടിമേറ്റ് പവറിലേക്ക് എത്തിക്കുക എന്നുള്ളത് എഗെയിൻ അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ ടാസ്കുമാണ് ഈ ജേർണിയിൽ. അവിടേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. അവർക്കും പെയിൻഫുള്ളാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക. എത്രത്തോളം നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടോ അത്രത്തോളം നമുക്ക് ഹീലിങ്ങിനായിട്ട് ആ ഒരു സ്ട്രെങ്ത്തിനെ വിനിയോഗിക്കുക. എനർജീനെ കൂടുതൽ ലീക്ക് ചെയ്യാതിരിക്കുക. 3Dയിൽ നിൽക്കുമ്പം പോലും എപ്പോഴും ഒരു അവെയർനെസ്സിലിരിക്കുക, കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സെൽഫ് ലവിലിരിക്കുക. ഓക്കെ. ആൻഡ് ഈ ടോക്സിക് പാറ്റേൺസ് എല്ലാം ട്വിൻ ഫ്ലെയിം ജേർണി ആവണമെന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞു തരാനുള്ളത്.
താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമ ശിവായ.